ബെസ്റ്റ് ബെറ്റ് പി എസ് സി എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സെന്റൻസുമായി ബന്ധപ്പെട്ട സീരീസിലെ 6ാമത്തെ ക്ലാസ്സാണിത്. ഈ ക്ലാസ്സിൽ നമ്മൾ സെന്റൻസ് എന്ന ടോപ്പിക്കിൽ കേരള പി എസ് സി പ്രീവിയസ് ആയി ചോദിച്ചിട്ടുള്ള എല്ലാ ചോദ്യങ്ങളും ഡിസ്കസ് ചെയ്യുന്നതാണ്. ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം നിങ്ങൾക്ക് സ്വന്തമായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പഠനം ഇപ്പോൾ ഒരു ശരിയായ ട്രാക്കിലാണ് പോകുന്നതെന്ന് പറയാം. അപ്പം കൂടുതൽ സമയം കളയുന്നില്ല, നമുക്ക് ചോദ്യങ്ങളിലേക്ക് കിടക്കാം. ഇതിൽ ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻസിന് ഒരു 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഒന്ന് സിമ്പിൾ സെന്റൻസ്, കോമ്പൗണ്ട് സെന്റൻസ്, കോംപ്ലക്സ്, കോമ്പൗണ്ട്, കോംപ്ലക്സ്. അപ്പോൾ ഈ തന്നിരിക്കുന്ന സെന്റൻസുകൾ ഏത് ടൈപ്പ് സെന്റൻസ് ആണ് എന്ന് നിങ്ങൾ കണ്ടെത്തിയാൽ മതി. നമ്മൾ ഈ ചാനലിൽ സിമ്പിൾ, കോമ്പൗണ്ട്, കോംപ്ലക്സ്, കോമ്പൗണ്ട്, കോംപ്ലക്സ് എന്നീ സെന്റൻസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ക്ലാസ് ചെയ്തിട്ടുണ്ട്. ആ ക്ലാസ് കണ്ടതിന് ശേഷം ഈ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാൻ നോക്കുക. ഓയിങ് ടു ലേസ്നെസ് ഹി കുഡ് നോട്ട് അക്കംപ്ലിഷ് ഹിസ് ഡ്രീംസ്. ഈ ചോദ്യം വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം, തുടക്കത്തിൽ ഓയിങ് എന്ന് പറയുന്ന ING ഫോം വന്നു. തുടക്കത്തിൽ ING ഫോം ഉള്ള ഒരു വേർഡ് കിടക്കുന്നു. തുടക്കത്തിൽ ING ഫോം വന്നു കഴിഞ്ഞാൽ അത് ഏത് ടൈപ്പ് സെന്റൻസ് ആണ്? അത് സിമ്പിൾ സെന്റൻസ് ആണ്. അപ്പോൾ അത് സിമ്പിൾ സെന്റൻസിന് ഉദാഹരണമാണ്. രണ്ടാമത്തെ ചോദ്യം നോക്കാം. വെൻ എവറിത്തിങ് ഫെയിൽസ് ഗോഡ് ഹെൽപ്സ് യു. ക്വസ്റ്റ്യൻ ഒന്നും കൂടെ വായിക്കാം. വെൻ എവറിത്തിങ് ഫെയിൽസ് ഗോഡ് ഹെൽപ്സ് യു. ഒരു സെന്റൻസിന്റെ എവിടെയെങ്കിലും WH ക്വസ്റ്റ്യൻ വേർഡ് വന്നിട്ടുണ്ടെങ്കിൽ അത് ഏത് ടൈപ്പ് സെന്റൻസ് ഉദാഹരണമാണ്? കോംപ്ലക്സ് സെന്റൻസ്. ഒരു സെന്റൻസിന്റെ എവിടെയെങ്കിലും ക്വസ്റ്റ്യൻ വേർഡ് വന്നിട്ടുണ്ടെങ്കിൽ അത് ഏത് തരത്തിലുള്ള സെന്റൻസിന് ഉദാഹരണമാണ്? കോംപ്ലക്സ് സെന്റൻസ്. മൂന്നാമത്തെ ചോദ്യം നോക്കിയേ. സ്റ്റാൻഡിങ് ഓൺ ദ ടിപ്ടോ ഷീ പ്ലക്ഡ് ദി ഫ്ലവേഴ്സ്. ഇതിന്റെ അർത്ഥമൊന്നും നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ഇതിൽ എത്ര മെയിൻ ക്ലോസ് ഉണ്ടെന്നോ സബോർഡിനേറ്റ് ക്ലോസ് ഉണ്ടോ അങ്ങനെ ഒന്നും നോക്കേണ്ട കാര്യമില്ല. ക്വസ്റ്റ്യൻ വായിക്കുന്നു, ആദ്യത്തെ വേർഡ് ഏതാണെന്ന് നോക്കുന്നു, ING ഫോമിലാണെന്ന് മനസ്സിലായി. സ്റ്റാൻഡിങ് ING ഫോമിലാണല്ലോ. ING ഫോമിൽ തുടങ്ങിക്കഴിഞ്ഞാൽ ഏത് ടൈപ്പ് സെന്റൻസാ? സിമ്പിൾ സെന്റൻസ്. ING ഫോമിൽ തുടങ്ങിക്കഴിഞ്ഞാൽ സിമ്പിൾ സെന്റൻസ്. നാലാമത്തെ ചോദ്യം. എ ഡാഷ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് 2 or more മെയിൻ ക്ലോസസ്. 2 അതിലധികമോ മെയിൻ ക്ലോസുകളുള്ള സെന്റൻസിന് പറയുന്ന പേരെന്ത്? എന്ത് പേരാ പറയുന്നത്? 2 അതിലധികമോ മെയിൻ ക്ലോസ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് സെന്റൻസ് എന്ന് പറയും? കോമ്പൗണ്ട് സെന്റൻസ്. എന്തെന്ന് പറയും? കോമ്പൗണ്ട് സെന്റൻസ്. 2 അതിലധികമോ മെയിൻ ക്ലോസുകൾ വന്നു കഴിഞ്ഞാൽ അതിന് നമ്മൾ കോമ്പൗണ്ട് സെന്റൻസ് എന്ന് പറയും. ഒരു മെയിൻ ക്ലോസ് മാത്രം ഉണ്ടെങ്കിൽ എന്ത് പറയും നമ്മൾ? ഒരു മെയിൻ ക്ലോസ് മാത്രം ഉണ്ടെങ്കിൽ അതിനെ സിമ്പിൾ സെന്റൻസ് എന്ന് പറയും. 2 അതിലധികമോ മെയിൻ ക്ലോസുകൾ വന്നു കഴിഞ്ഞാൽ കോമ്പൗണ്ട് സെന്റൻസ് എന്ന് പറയും. ഒരു മെയിൻ ക്ലോസും ഒരു സബോർഡിനേറ്റ് ക്ലോസും വന്നു കഴിഞ്ഞാലോ കോംപ്ലക്സ് സെന്റൻസ് എന്ന് പറയും. ഒരു മെയിൻ ക്ലോസും ഒരു സബോർഡിനേറ്റ് ക്ലോസും വന്നു കഴിഞ്ഞാൽ കോംപ്ലക്സ് സെന്റൻസ് എന്ന് പറയും. 2 അതിലധികമോ മെയിൻ ക്ലോസുകളും 1 അതിലധികമോ സബോർഡിനേറ്റ് ക്ലോസുകളും വന്നു കഴിഞ്ഞാൽ അതിനെ കോമ്പൗണ്ട് കോംപ്ലക്സ് സെന്റൻസ് എന്ന് പറയും. 2 അതിലധികമോ മെയിൻ ക്ലോസുകളും 1 അതിലധികമോ സബോർഡിനേറ്റ് ക്ലോസുകളും വന്നു കഴിഞ്ഞാൽ അതിനെ കോമ്പൗണ്ട് കോംപ്ലക്സ് സെന്റൻസ് എന്ന് പറയും. അഞ്ചാമത്തെ ചോദ്യം. ദി കാൻഡിഡേറ്റ് ഹു ടോപ്ഡ് ദി ലിസ്റ്റ് ഇൻ IAS എക്സാമിനേഷൻ ദിസ് ഇയർ ഈസ് ഫ്രം നാഗ്പൂർ. ഇതിൽ എത്ര മെയിൻ ക്ലോസ് ഉണ്ടെന്നോ എത്ര സബോർഡിനേറ്റ് ക്ലോസ് ഉണ്ടോ എന്നോ നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല. ഈ സെന്റൻസ് മൊത്തം വായിച്ചു നോക്കിയപ്പോൾ ഇവിടെ ഹൂ എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ വേർഡ് കണ്ടു. ഒരു സെന്റൻസിന്റെ എവിടെയെങ്കിലും ക്വസ്റ്റ്യൻ വേർഡ് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഏത് സെന്റൻസ് ആണെന്ന് എഴുതാം? കോംപ്ലക്സ് സെന്റൻസ് ആണ്. ക്വസ്റ്റ്യൻ വേർഡ് വന്നുകൊണ്ട് കോംപ്ലക്സ് സെന്റൻസ് എന്ന് എഴുതാം. ആറാമത്തെ ചോദ്യം നോക്കാം. ഹി നെയ്തർ അച്ചീവ്സ് വിക്ടറി നോർ ഡിസർവ്സ് ഇറ്റ്. ഹി നെയ്തർ അച്ചീവ്സ് വിക്ടറി നോർ ഡിസർവ്സ് ഇറ്റ്. ഇതിൽ നിങ്ങൾ ഇതിന്റെ മെയിൻ ക്ലോസോ സബോർഡിനേറ്റ് ക്ലോസോ ഒന്നും നോക്കേണ്ട കാര്യമില്ല. ഇതിൽ നോക്കിയേ, നെയ്തർ നോർ കണ്ടോ? നെയ്തർ നോർ. ഈ നെയ്തർ നോർ ഉപയോഗിച്ച് 2 ക്ലോസുകളെയാണ് ഇവിടെ എന്ത് ചെയ്തിരിക്കുന്നത്? കണക്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ നെയ്തർ നോർ വന്നു. എയ്തർ ഓർ
നെയ്തർ നോർ, നോട്ട് ഓൺലി ബട്ട് ആൾസോ, ബോത്ത് ആൻഡ്. ഒന്നുകൂടെ പറയാം. എയ്തർ ഓർ, നെയ്തർ നോർ, നോട്ട് ഓൺലി ബട്ട് ആൾസോ, ബോത്ത് ആൻഡ്. ഇവ ഉപയോഗിച്ച് രണ്ട് ക്ലോസുകളെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഏത് സെന്റൻസിന് ഉദാഹരണമാണ്? കോമ്പൗണ്ട് സെന്റൻസിന് ഉദാഹരണമാണ്. എയ്തർ ഓർ, നെയ്തർ നോർ, നോട്ട് ഓൺലി ബട്ട് ആൾസോ, ബോത്ത് ആൻഡ്. ഇവ ഉപയോഗിച്ച് രണ്ട് ക്ലോസുകളെ തമ്മിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കോമ്പൗണ്ട് സെന്റൻസ് എന്ന് എഴുതാം. അടുത്ത 7ാമത്തെ ചോദ്യം നോക്കാം. I saw a house which was beautiful. I saw a house which was beautiful. നിങ്ങൾ ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ഇതിലൊരു ക്വസ്റ്റ്യൻ വേർഡ് ഉണ്ട് അല്ലേ? ഇതെല്ലാം നമുക്ക് എടുക്കാനുള്ളത് ഈ ക്വസ്റ്റ്യൻ വേർഡ്, വിച്ച് എന്ന് പറയുന്ന ഈ ക്വസ്റ്റ്യൻ വേർഡ് ഉണ്ട്. അപ്പോൾ ഒരു സെന്റൻസിൽ എവിടെയെങ്കിലും ക്വസ്റ്റ്യൻ വേർഡ് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം അത് ഏത് സെന്റൻസാ? കോംപ്ലക്സ് സെന്റൻസിന് ഉദാഹരണമാണ്. കോംപ്ലക്സ് സെന്റൻസിന് ഉദാഹരണമാണ്. എന്നാൽ ഒരു സെന്റൻസിന്റെ ആദ്യം ക്വസ്റ്റ്യൻ വേർഡ് വരികയും അവസാനം ഒരു ക്വസ്റ്റ്യൻ മാർക്ക് വന്നു കഴിഞ്ഞാൽ ഏത് സെന്റൻസ് ആണത്? അത് ഇന്ററോഗേറ്റീവ് സെന്റൻസ് ആണ്. അത് പർപ്പസിന്റെ അടിസ്ഥാനത്തിൽ വരുന്ന ഇന്ററോഗേറ്റീവ് സെന്റൻസ് ആണ്. ഇവിടെ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ എന്തായി? ഈ ക്വസ്റ്റ്യൻ എല്ലാം എന്തിനു ബേസ് ചെയ്ത? സ്ട്രക്ചറിനെ ബേസ് ചെയ്ത് വരുന്നതാണ്. ഓക്കെ, അപ്പോൾ എന്താണ്? ഒരു സെന്റൻസിന്റെ എവിടെയെങ്കിലും ക്വസ്റ്റ്യൻ വേർഡ് വരുന്നുണ്ട്, എന്നാൽ അത് എന്ത് ചെയ്യുന്നില്ല? ക്വസ്റ്റ്യൻ മാർക്കിൽ അവസാനിക്കുന്നില്ല, ഫുൾ സ്റ്റോപ്പിലായിരിക്കും അവസാനിക്കുന്നത്. നമ്മൾ ഈ കാര്യങ്ങൾ ക്ലാസ്സിൽ ആൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം. ഒരു സെന്റൻസിൽ എവിടെയെങ്കിലും ക്വസ്റ്റ്യൻ വേർഡ് വന്നു കഴിഞ്ഞാൽ, ഇവിടെ വിച്ച് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ വേർഡ് വന്നു, അപ്പോൾ നിങ്ങൾക്ക് ഏത് സെന്റൻസ് എന്ന് എഴുതാം? കോംപ്ലക്സ് സെന്റൻസ് എന്ന് എഴുതാം. അടുത്ത 8ാമത്തെ ചോദ്യം നോക്കാം. വെൻ ദ പൈഡ് പൈപ്പർ ബ്ലൂ ഹിസ് പൈപ്പ്, rats came out and followed him. When the Pied Piper blew his pipe, rats came out and followed him. ഇതിൽ നോക്കിയപ്പോൾ വെൻ എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ വേർഡ് നമ്മളിവിടെ കണ്ടു. അപ്പോൾ വെൻ വന്നു കഴിഞ്ഞാൽ, ക്വസ്റ്റ്യൻ വേർഡ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തെന്ന് എഴുതാം? കോംപ്ലക്സ് സെന്റൻസ് എന്ന് എഴുതാം. ഓക്കെ, പക്ഷേ ഇതിൽ 2ാമത്തെ സെന്റൻസ് നോക്കിയേ. റാറ്റ്സ് കെയിം ഔട്ട് ആൻഡ് ഫോളോഡ് ഹിം. ഇവിടെ ആൻഡ് എന്ന് പറയുന്ന ഒരു കൺജങ്ഷനും കൂടെ കിടക്കുന്നുണ്ട്. വെൻ എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ വേർഡും വന്നിട്ടുണ്ട്, ആൻഡ് എന്ന കൺജങ്ഷനും വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വെൻ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം അത് കോംപ്ലക്സ് സെന്റൻസ് ആണെന്ന് അറിയാം. ആൻഡ് വന്നു കഴിഞ്ഞാൽ ഏത് സെന്റൻസ് ആണ്? നമ്മൾ ക്ലാസ്സിൽ ഫാൻ ബോയ് എന്നുള്ള ഒരു കോഡ് പറഞ്ഞായിരുന്നു. ഏതൊക്കെയായിരുന്നു? എഫ് എന്ന് പറഞ്ഞാൽ ഫോർ, എ എന്ന് പറഞ്ഞാൽ ആൻഡ്, എൻ എന്ന് പറയുമ്പോൾ നോർ, ബി എന്ന് പറയുമ്പോൾ ബട്ട്, ഒ എന്ന് പറയുമ്പോൾ ഓർ, വൈ എന്ന് പറയുമ്പോൾ യെറ്റ്, എസ് എന്ന് പറയുമ്പോൾ സോയും സ്റ്റില്ലും. ഫാൻ ബോയ് എന്ന് കോഡ് വരുന്നത് ഏത് സെന്റൻസിലാണ് വരുന്നത്? കോമ്പൗണ്ട് സെന്റൻസിലാണ് വരുന്നത്. അപ്പോൾ ഇവിടെ കോംപ്ലക്സ് സെന്റൻസിന്റെ ഒരു വേർഡും ഉണ്ട്, കോമ്പൗണ്ട് സെന്റൻസിന്റെ ഒരു വേർഡും ഉണ്ട്. അപ്പോൾ ഒരു സെന്റൻസിൽ കോമ്പൗണ്ട് സെന്റൻസിന്റെയും കോംപ്ലക്സ് സെന്റൻസിന്റെയും വേർഡുകൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് അത് ഏത് സെന്റൻസ് എന്ന് പറയാം? കോമ്പൗണ്ട് കോംപ്ലക്സ് സെന്റൻസ് എന്ന് പറയാം. ഇത് എന്തിന് ഉദാഹരണമാണ്? കോമ്പൗണ്ട് കോംപ്ലക്സ് സെന്റൻസിന് ഉദാഹരണമാണ്. അപ്പോൾ വെൻ എന്ന് പറയുന്ന വേർഡ് ക്വസ്റ്റ്യൻ വേർഡ് ഉണ്ടായതുകൊണ്ട് അത് കോംപ്ലക്സ് സെന്റൻസിന് ഉദാഹരണമായിരിക്കും. ആൻഡ് എന്ന് പറയുന്ന കൺജങ്ഷൻ വന്നുകൊണ്ട് കോമ്പൗണ്ടിന് ഉദാഹരണമായിരിക്കും. അപ്പോൾ ഇത് രണ്ടും കൂടെ കണക്ട് ചെയ്ത് കോമ്പൗണ്ട് കോംപ്ലക്സ് സെന്റൻസ് എന്ന്. 9ാമത്തെ ചോദ്യം. സീയിങ് ദ പോലീസ് ദ തീഫ് റാൻ എവേ. ഫസ്റ്റിലെ ING ഫോമാണ് കിടക്കുന്നത്. തുടങ്ങുന്നത് തന്നെ ING ഫോമിലാണ്. ING ഫോമിൽ തുടങ്ങി കഴിഞ്ഞാൽ ഏത് സെന്റൻസിന് ഉദാഹരണമാണ്? സിമ്പിൾ സെന്റൻസിന് ഉദാഹരണമാണ്. 10ാമത്തെ ചോദ്യം നോക്കിയേ. ഹി വാണ്ടഡ് ടു ട്രാവൽ ആൻഡ് ഹിസ് ഡ്രീം കെയിം ട്രൂ. ഇത് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം, ഇവിടെ ആൻഡ് എന്ന് പറയുന്ന ഒരു കൺജങ്ഷൻ ഉണ്ട്. ആൻഡ് എന്ന് പറയുമ്പോൾ ഫാൻ ബോയ് എന്ന് പറയുന്ന കോഡ് നിങ്ങൾ ഓർത്ത് വയ്ക്കുക. അപ്പം ഫാൻ ബോയിലെ ഫാൻ അല്ലേ, എഫ് എന്ന് വെച്ചാൽ ഫോർ, എ എന്ന് വെച്ചാൽ ആൻഡ്, അപ്പോൾ 2ാമത്തെ വേർഡ്. അപ്പോൾ ഫാൻ ബോയ് എന്ന് പറയുന്ന കോഡ് വരുന്നത് ഏത് സെന്റൻസിലാണ്? കോമ്പൗണ്ട് സെന്റൻസിലാണ് അല്ലേ. കോമ്പൗണ്ട് സെന്റൻസിലാണ് ഫാൻ ബോയ് എന്ന് പറയുന്ന കോഡ് വരുന്നത്. 11ാമത്തെ ചോദ്യം നോക്കിയേ. ഹാവിങ് ഫിനിഷ്ഡ് അവർ വർക്ക് വി വെന്റ് ഹോം. തുടക്കത്തിൽ തന്നെ ING ഫോം ഉണ്ട്. ING ഫോം ഉണ്ടല്ലോ. ഏത് ടൈപ്പ് സെന്റൻസ് അങ്ങനെയാണെങ്കിൽ? തുടക്കത്തിൽ ING ഫോം വന്നു കഴിഞ്ഞാൽ സിമ്പിൾ
സെന്റൻസിന് ഉദാഹരണമാണ്. സിമ്പിൾ സെന്റൻസിന് ഉദാഹരണമാണ്. 12ാമത്തെ ചോദ്യം, മേക്ക് ഹേ വൈൽ ദ സൺ ഷൈൻസ്. മേക്ക് ഹേ വൈൽ ദ സൺ ഷൈൻസ്. ഇത് ഏത് ടൈപ്പ് സെന്റൻസിന് ഉദാഹരണമാണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട് വൈൽ, സിൻസ്, ലെസ്റ്റ്. ഇവ ഉപയോഗിച്ച് രണ്ട് ക്ലോസുകൾ തമ്മിൽ ബന്ധിപ്പിച്ചാൽ അത് ഏത് ടൈപ്പ് സെന്റൻസ് ആണ്? കോംപ്ലക്സ് സെന്റൻസിന് ഉദാഹരണമാണ്. കോംപ്ലക്സ് സെന്റൻസിന് ഉദാഹരണമാണ്. എന്തൊക്കെയാണ്? വൈൽ, സിൻസ്, ലെസ്റ്റ്. ഇവ ഉപയോഗിച്ച് രണ്ട് ക്ലോസിനെ ബന്ധിപ്പിച്ചാൽ അത് കോംപ്ലക്സ് സെന്റൻസിന് ഉദാഹരണമാണ്. അപ്പോൾ ഈ സെന്റൻസ് കോംപ്ലക്സ് സെന്റൻസിന് ഉദാഹരണമാണ്. അടുത്ത 13ാമത്തെ ചോദ്യം നോക്കാം. ഇൻസ്പൈറ്റ് ഓഫ് ഹിസ് ഹാർഡ് വർക്ക് ഹി ഫെയിൽഡ്. ഒരു സെന്റൻസിൽ എവിടെയെങ്കിലും നിങ്ങൾ ഇൻസ്പൈറ്റ് ഓഫ് എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് ഏത് സെന്റൻസ് ഉദാഹരണമാണ്? ഇൻസ്പൈറ്റ് ഓഫ്, ഡെസ്പൈറ്റ്, ടു, ഇനഫ് ടു. ഇവ വന്നു കഴിഞ്ഞാൽ ഏത് സെന്റൻസ് ആണ്? ഇൻസ്പൈറ്റ് ഓഫ്, ഡെസ്പൈറ്റ്, ടു, ഇനഫ് ടു. ഇവ വന്നു കഴിഞ്ഞാൽ അത് സിമ്പിൾ സെന്റൻസിന് ഉദാഹരണമാണ്. ഇപ്പൊ ഇതിന്റെ ആൻസർ, ഇപ്പോൾ 13ന്റെ ആൻസർ സിമ്പിൾ സെന്റൻസ്. 14ാമത്തെ ചോദ്യം നോക്കാം. ഐ ആം ടയേർഡ് യെറ്റ് ഐ വിൽ ഫിനിഷ് ദിസ് പ്രൊജക്ട്. ഇവിടുത്തെ കീവേഡ് ഏതാ? ഐ ആം ടയേർഡ് യെറ്റ് ഐ വിൽ ഫിനിഷ് ദിസ് പ്രൊജക്ട്. ഇതിലെ കീവേഡ് നമുക്കറിയാം, യെറ്റ് എന്ന് പറയുന്ന വേർഡ് ആണ് കീവേഡ്. ഫാൻ ബോയ്സ് എന്ന് പറയുന്ന ആ ഒരു കോഡ്, അതിനകത്ത് ഈ വൈ എന്ന് പറയുന്ന ലെറ്റർ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? യെറ്റിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഏത് സെന്റൻസാണ് വരുന്നത്? കോമ്പൗണ്ട് സെന്റൻസ് അല്ലേ? അപ്പൊ ഈ സെന്റൻസിൽ യെറ്റ് എന്ന് പറയുന്ന വേർഡ് വന്നതുകൊണ്ട് അത് കോമ്പൗണ്ട് സെന്റൻസിന് ഉദാഹരണമാണ്. 15ാമത്തെ ചോദ്യം, ബീയിങ് ഇൽ ഹി കുഡിന്റ് അറ്റൻഡ് ദി മീറ്റിംഗ്. ബീയിങ് ഇൽ ഹി കുഡിന്റ് അറ്റൻഡ് ദി മീറ്റിംഗ്. തുടക്കത്തിൽ ING ഫോം വന്നു. ING ഫോം വന്നു കഴിഞ്ഞാൽ, ഒരു സെന്റൻസിന്റെ തുടക്കത്തിൽ ING ഫോം വന്നു കഴിഞ്ഞാൽ അത് ഏത് സെന്റൻസ് ഉദാഹരണമാണ്? സിമ്പിൾ സെന്റൻസിന് ഉദാഹരണമാണ്. സിമ്പിൾ സെന്റൻസിന് ഉദാഹരണമാണ്. 16ാമത്തെ ചോദ്യം, ഹി വാസ് ഹാപ്പി ദാറ്റ് ഹി ഹാഡ് വൺ ദി പ്രൈസ്. ഹി വാസ് ഹാപ്പി ദാറ്റ് ഹി ഹാഡ് വൺ ദി പ്രൈസ്. അപ്പൊ ഇതിലെ കീവേഡ് ഏതാ? അപ്പൊ ഇതിലെ കീവേഡ് എന്ന് പറയുന്നത് ഈ ദാറ്റ് ആണ്. ഈ ദാറ്റ് എന്ന് പറയുന്നതാണ് ഇതിലെ കീവേഡ്. ദാറ്റ്, സോ ദാറ്റ്, സച്ച് ദാറ്റ്, ദോ, ആൽ ദോ, ഇവൻ ദോ. 6 വേർഡ് പറയുന്നു ഇവിടെ. ഏതൊക്കെയാണ്? ദാറ്റ്, സോ ദാറ്റ്, സച്ച് ദാറ്റ്, ദോ, ആൽ ദോ, ഇവൻ ദോ. ഇവ ഒരു സെന്റൻസിൽ വന്നു കഴിഞ്ഞാൽ അത് ഏത് ടൈപ്പ് സെന്റൻസ് ആണ്? കോംപ്ലക്സ് സെന്റൻസിന് ഉദാഹരണമാണ്. അപ്പൊ എന്തൊക്കെയാണ്? ദാറ്റ്, സോ ദാറ്റ്, സച്ച് ദാറ്റ്, ദോ, ആൽ ദോ, ഇവൻ ദോ. ഇവ ഒരു സെന്റൻസിൽ വന്നു കഴിഞ്ഞാൽ അത് കോംപ്ലക്സ് സെന്റൻസിന് ഉദാഹരണമാണ്. 17ാമത്തെ ചോദ്യം നോക്കാം നമുക്ക്. ഡെസ്പൈറ്റ് ദ റെയിൻ വി എൻജോയ്ഡ് ദി മാച്ച്. അപ്പൊ നമുക്കറിയാം, ഇൻസ്പൈറ്റ് ഓഫ്, ഡെസ്പൈറ്റ്, ടു, ഇനഫ് ടു. ഇവ ഒരു സെന്റൻസിൽ വന്നു കഴിഞ്ഞാൽ അത് ഏത് ടൈപ്പ് സെന്റൻസ് ആണ്? സിമ്പിൾ സെന്റൻസിന് ഉദാഹരണമാണ്. സിമ്പിൾ സെന്റൻസിന് ഉദാഹരണമാണ്. 18ാമത്തെ ചോദ്യം, ഷെയ്ക്കൺ വിത്ത് ഫിയർ ഷീ ക്രൈഡ്. അപ്പൊ ഷെയ്ക്കൺ വിത്ത് ഫിയർ ഷീ ക്രൈഡ്. ഒരു സെന്റൻസിന്റെ തുടക്കത്തിൽ ജെറണ്ട്, അതായത് ING ഫോം വന്നു കഴിഞ്ഞാൽ, ടു ഇൻഫിനിറ്റീവ് ഫോം വന്നു കഴിഞ്ഞാൽ, അതായത് 2 + V1 വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം വന്നു കഴിഞ്ഞാൽ. പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം എന്ന് പറയുന്നത് ഒരു വെർബിന്റെ 3ാമത്തെ രൂപമാണ്, V3 ഫോമാണ്. അപ്പൊ നോക്കിയേ, ഇവിടെ തുടക്കത്തിൽ എന്താ വന്നിരിക്കുന്നത്? ഷെയ്ക്കൺ എന്നാണ് വന്നിരിക്കുന്നത്. ഷെയ്ക്കൺ അല്ലെ? ഈ ഷെയ്ക്കൺ എന്ന് പറയുന്നത് V3 ഫോമാണ്. ഷെയ്ക്ക് എന്ന് പറയുന്ന വെർബിന്റെ 3ാമത്തെ രൂപമാണ് ഷെയ്ക്കൺ. അപ്പം V3 ഫോമിലാണ് തുടങ്ങിയിരിക്കുന്നത് ഇവിടെ. ഓക്കെ, ഇവിടെ V3 ഫോമിലാണ് തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഒരു വെർബിന്റെ V3 ഫോമിൽ തുടങ്ങിയാൽ അത് ഏത് സെന്റൻസിന് ഉദാഹരണമാണ്? സിമ്പിൾ സെന്റൻസിന് ഉദാഹരണമാണ്. അപ്പോൾ ഇത് സിമ്പിൾ സെന്റൻസ് ആണ്. ഷെയ്ക്കൺ വിത്ത് ഫിയർ ഷീ ക്രൈഡ് എന്ന് പറയുന്നത് സിമ്പിൾ സെന്റൻസിന് ഉദാഹരണമാണ്. സെന്റൻസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. PSC പരീക്ഷയ്ക്ക് പ്രീവിയസ് ആയി ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഈ ഒരു ക്ലാസ്സോടുകൂടി സെന്റൻസ് എന്ന് പറയുന്ന ടോപ്പിക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. PSC നടത്തുന്ന ഏതൊരു പരീക്ഷയ്ക്കും സെന്റൻസ് എന്ന ടോപ്പിക്കിൽ നമ്മളുടെ ഈ ക്ലാസ്സിനുള്ളിൽ നിന്ന് മാത്രമേ ക്വസ്റ്റ്യൻ ചോദിക്കത്തുള്ളൂ.
അതുകൊണ്ട് ഈ ക്ലാസ്സുകൾ നല്ലതുപോലെ കാണുക, നോട്ട് തയ്യാറാക്കുക, കൂടുതൽ ചോദ്യങ്ങൾ വർക്കൗട്ട് ചെയ്യുക. ഇത്രയും നേരം ക്ലാസ്സുകൾ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.